ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്റെ വാർത്താ സമ്മേളനമാണല്ലോ അല്പസമയം മുമ്പ് നമ്മൾ തത്സമയം കണ്ടത്. ഈ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടിയില്ലാതെ നിൽക്കുകയായിരുന്നു. സ്വാതിയാണ് ദില്ലിയിൽ നിന്ന് ആ ചോദ്യങ്ങൾ ചോദിച്ചത്. അതിന് മറുപടിയില്ല. അത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഡിബേറ്റ് ചെയ്യാനായിരുന്നു അതിന് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നൽകുന്ന മറുപടി എന്ന് പറയുന്നത്. അപ്പോൾ വസ്തുതകളോട് പ്രതികരിക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സ്വാതി തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. സ്വാതി എന്താണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനോട് ചോദിച്ചത്? അതിന് അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരുന്നു? നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഏതെങ്കിലും തരത്തിൽ വസ്തുതാപരമായ ഒരു മറുപടി കിട്ടിയിട്ടുണ്ടോ അദ്ദേഹത്തിൽ നിന്ന്? മനു, ഈ രാജീവ് ചന്ദ്രശേഖരൻ, അതായത് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനോട് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് ചോദിച്ചത്. കാരണം അദ്ദേഹം ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നത് ഇനി എമ്പുരാൻ സിനിമ കാണില്ല, ലൂസിഫറിൻ്റെ 2ാം ഘട്ടം എന്ന നിലയിൽ കാണണമെന്നാണ് വിചാരിച്ചത്. എന്നാൽ സത്യങ്ങളെ വളച്ചൊടിക്കുന്ന തരത്തിലാണ് സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഈ എമ്പുരാൻ സിനിമ കാണാൻ താൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റൊരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനെ 17 ഭാഗങ്ങൾ കട്ട് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ റീസെൻസറിങ് നടപടിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടി ആ സിനിമയുടെ തന്നെ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മുന്നോട്ട് പോകട്ടെ. മോഹൻലാലിൻ്റെ ആരാധകർക്കും പ്രേക്ഷകർക്കും ഈ സിനിമ ബോധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റീസെൻസറിങ് അടക്കമുള്ള വിഷയങ്ങളിലും പ്രതികരണത്തിലേക്കും വന്നത് മോഹൻലാൽ ആരാധകരും പ്രേക്ഷകരുമാണ് എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ചാണ് ഞാൻ ചോദ്യം ചോദിച്ചത്. ഇതുപോലെ വിദ്വേഷ പ്രചരണങ്ങൾ അല്ലെങ്കിൽ എമ്പുരാൻ സിനിമയ്ക്കെതിരായ പ്രചരണങ്ങൾ നടത്തുന്നത് ഒരിക്കലും മോഹൻലാലിൻ്റെ ആരാധകരോ പ്രേക്ഷകരോ അല്ല, മറിച്ച് സംഘപരിവാറിൻ്റെ ഹാൻഡിലുകളാണ്. ബി.ജെ.പി. സംഘപരിവാർ അനുകൂലികളാണല്ലോ ഈ പ്രചരണം നടത്തുന്നത്. അപ്പോൾ അതിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അത്തരത്തിൽ താങ്കളുടെ പോസ്റ്റിൽ പറയുന്നത് ശരിയല്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ തന്നെയാണ് ആ ചോദ്യം ഉന്നയിച്ചത്. എന്നാൽ ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടിയായി നൽകിയത്, ഈ വിഷയത്തിൽ എനിക്ക് പ്രതികരിക്കാനില്ല, പകരം നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഡിബേറ്റിന് തയ്യാറാകൂ, നിങ്ങൾ അത് ഡിബേറ്റ് ചെയ്താൽ മതിയാകും എന്നുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. മറ്റൊരു കാര്യം, ഈ സത്യത്തെ വളച്ചൊടിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത്, സത്യം എന്ന് പറയുന്നത് ഇതിൽ ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന വിഷയങ്ങളെല്ലാം തന്നെ ഈ സിനിമയിൽ വരുന്നുണ്ട്. ഇതിൽ എവിടെയാണ് സത്യമല്ലായികയായി താങ്കൾക്ക് തോന്നിയത്? അതിനും അദ്ദേഹത്തിന് മറുപടി നൽകാൻ വേണ്ടി കഴിഞ്ഞില്ല. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഒരു മറുപടി ചോദ്യങ്ങൾക്ക് നൽകാൻ താൻ തയ്യാറല്ല എന്ന് വീണ്ടും ആവർത്തിക്കുന്നു. മാത്രമല്ല അദ്ദേഹം വളരെ അസ്വസ്ഥപ്പെടുന്നതും കൂടി, ചോദ്യങ്ങൾക്ക് അസ്വസ്ഥനാകുന്നതും കൂടി ആ വിഷ്വലിൽ നിന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ ചോദ്യങ്ങളിൽ നിന്നും ഇദ്ദേഹം ഒഴിഞ്ഞു മാറാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. മാത്രമല്ല ഈ ചില വിഷയങ്ങൾ അല്ലെങ്കിൽ ചരിത്രത്തെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന തരത്തിലാണ് ഈ സിനിമ ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഈ ഡിസ്റ്റോർട്ട് ചെയ്യുന്നതായിട്ട് താങ്കൾ എന്താണ് അതിൽ കണ്ടത്? എന്നാൽ അതിനും അദ്ദേഹം മറുപടി നൽകാൻ തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ്.